മാതാപിതാക്കളും കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ പ്രായമായ മക്കളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണെങ്കിൽ പോലും അവരുടെ എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ അളവ് ഒരുപോലെ ആയിരിക്കില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം വളർത്തുവാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വളർത്താൻ ശ്രമിക്കാത്തിടത്തോളം കാലം നമുക്ക് വിശ്വാസത്തിൽ വളരാനൊക്കില്ല, നമ്മുടെ വിശ്വാസവും വളരില്ല. ഓരോരുത്തൻ പരിശ്രമിക്കുന്നതിനനുസരിച്ചായിരിക്കും വിശ്വാസത്തിൻ്റെ വളർച്ച ഓരോരുത്തരിലും ഉണ്ടാകുന്നത്. വിശ്വാസത്തിൽ വളരുവാൻ ഒരു ചെറിയ വഴി ഞാൻ പറഞ്ഞു തരാം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യം വായിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. തൻ്റെ ശിഷ്യന്മാരെ മാത്രം അഭ്യസിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം അവർ വേണമല്ലോ കർത്താവിന് ശേഷം തൻ്റെ മുഴുവൻ ദൗത്യങ്ങളും നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് പൊതുവായി പൊതുസമൂഹത്തിൽ പറയുന്നത് മാത്രമല്ല, ശിഷ്യന്മാരോട് പ്രത്യേകമായിട്ടും പല കാര്യങ്ങളും യേശു കർത്താവ് പറയുമായിരുന്നു. മാനവരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ യാഗമായി തീരുക എന്നതായിരുന്നു കർത്താവിൻ്റെ പരമമായ ലക്ഷ്യം. മനുഷ്യജന്മമെടുത്ത് ഈ ലോകത്തിൽ 33.5 തിരുവയസ്സ് വരെ താൻ ജീവിച്ചു എന്ന് തിരുവചനത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ കാലഘട്ടത്തിലൊന്നും തനിക്ക് വേണ്ടി ദൈവത്വം താൻ വെളിപ്പെടുത്തിയിരുന്നില്ല. പാപം ഒഴികെ സകലത്തിലും മറ്റു മനുഷ്യരെ പോലെ തന്നെയായിരുന്നു യേശു കർത്താവ്. ഒരു ദിവസം യേശു തൻ്റെ ശിഷ്യന്മാരുമായി യാത്ര പോകവേ കർത്താവിന് വിശന്നു എന്നാണ് ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. വിശന്നാൽ ഉടനെ തന്നെ പിശാചി വിചാരിക്കുന്നത് പോലെ വഴിയിൽ കിടക്കുന്ന കല്ല് അപ്പമായി തിന്നുന്ന പരിപാടിയൊന്നും കർത്താവിനില്ല. തൻ്റെ നിലനിൽപ്പിന് വേണ്ടി താൻ ഒരു അത്ഭുത പ്രവൃത്തികളും ചെയ്തിട്ടില്ല. ഈ അരികിൽ കണ്ട ഒരു അത്തിവൃക്ഷത്തെ താൻ നോക്കി. അതിൽ ധാരാളം ഇലയുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ഫലം കാണുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ തൻ്റെ വിശപ്പടക്കാൻ പോകുന്ന യാതൊരു ഫലങ്ങളും അതിൽ ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കിയ കർത്താവ് അത് ഉണങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു. അടുത്ത ദിവസം അവർ അതുവഴി വരുമ്പോൾ ഉണങ്ങി നിൽക്കുന്ന അത്തിവൃക്ഷം കണ്ടിട്ട് പത്രോസിന് പെട്ടെന്ന് ഓർമ്മ വന്നു. പെട്ടെന്ന് തന്നെ പത്രോസ് കർത്താവിനോട് പറയുകയാണ്, റബ്ബി, നീ കഴിഞ്ഞ ദിവസം ശപിച്ച അത്തി ഇതാ ഉണങ്ങിപ്പോയിരിക്കുന്നു. വചനം പറയുന്നത് അത് വേരോടെ ഉണങ്ങിപ്പോയെന്നാണ്. കർത്താവ് ഉടനെ അതിന് മറുപടി പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരുന്നാൽ നിനക്ക് എന്തിനെ വേണമെങ്കിലും ഉണക്കാം എന്നുള്ള അർത്ഥത്തിൽ ആരും കാണരുത്. ചിലർക്കൊക്കെ അങ്ങനൊരു ചിന്തയുണ്ട്. ഞാൻ വിചാരിച്ചാൽ ഇന്നതൊക്കെ നടക്കും, ഞാൻ വിചാരിച്ചാൽ എന്ത് ഉണങ്ങും, ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ആവുകയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവരോട് എനിക്ക് ബുദ്ധി ഉപദേശിക്കാനുള്ളത്, നിങ്ങൾ ഉണങ്ങാതെ നോക്കിയാൽ മതി കേട്ടോ. ആരെയും ഉണക്കാൻ പരിശ്രമിക്കണ്ട. കാരണം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കണമെന്ന. ആരെയും ശപിക്കുവാനോ ഉണക്കുവാനോ നമുക്ക് അവകാശമില്ല. അങ്ങനെ ഒരു മണ്ടത്തരം ആരും ചിന്തിക്കുക പോലും ചെയ്യരുത്. കർത്താവ് ഇങ്ങനെ തുടർന്നു, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വെച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ പോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്നത്രേ കർത്താവ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് സംഭവിക്കും എന്നാണ് നമ്മൾ വായിച്ച വാക്യമായിട്ട് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ആദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കണം. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ. നമുക്ക് മറ്റുള്ളവരാരെങ്കിലും നമ്മോട് പ്രാർത്ഥിക്കുമ്പോൾ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ വിശ്വാസത്തോടെയാണോ പ്രാർത്ഥിക്കുന്നത് എന്ന ചിന്ത വേണ്ട, അങ്ങനെ സംശയം വേണ്ട. ആദ്യം നോക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നമ്മൾ ഹൃദയത്തിൽ സംശയിക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ, നമ്മൾ വിശ്വസിക്കുന്ന വിഷയത്തിന് മേൽ, നമ്മൾ പ്രതീക്ഷിക്കുന്ന വിഷയത്തിന് മേൽ നമ്മുടെ ഹൃദയത്തിൽ സംശയമുണ്ടെങ്കിൽ ആ കാര്യം സാധ്യമാവുകയില്ല എന്ന് ഉറപ്പായും വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് പലപ്പോഴും കഴിയാത്തതും അതുതന്നെയാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുവാൻ, നമ്മിലേക്ക് നോക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അടുത്ത ഒരു കാര്യം പറയുന്നത്, നമുക്ക് ഏത് നിലയിൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, എങ്കിലും പറയാതെ വയ്യല്ലോ, വചനം അങ്ങനെ അനുശാസിക്കുന്നത് കൊണ്ട്.
5-ാം വാക്യം, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. ഇത്തിരി പ്രയാസമുള്ള ഒരു കാര്യമാണെങ്കിലും അത് നമ്മളൊന്ന് ശീലിച്ചാൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പ്രാർത്ഥനയ്ക്ക് വലിയ കൃപാവരമൊന്നുമില്ലെങ്കിലും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അത് എത്ര മനോഹരമാണ്. ഹൃദയത്തിൽ സംശയിക്കാതെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അതെത്ര ശ്രേഷ്ഠമാണ്. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ഏത് വലിയ മല പോലെയുള്ള വിഷയങ്ങളും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ കഴിയും എന്നത് വചനം ഉറപ്പായി നമ്മെ പഠിപ്പിക്കുന്ന വസ്തുതയാണ്. നമുക്ക് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട നിലകളിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.